നമസ്കാരം. ഇല്ല ദാരിദ്ര്യാർത്തിയോളം വലുതായിട്ടൊരാർത്തിവെന്ന് രാമപുരത്തുകാർ എഴുതിയിട്ടുണ്ട്. ഒരാൾ ദരിദ്രനായി ജനിച്ചു എന്നത് അയാളുടെ തെറ്റല്ല. എന്നാൽ അയാൾ ദരിദ്രനായി മരിച്ചെങ്കിൽ അയാൾക്കെന്തോ കുഴപ്പമുണ്ട്. ഇതൊരു പഴയ ചൊല്ലാണ്. ഒറോട്ടി നിന്നും പട്ടിണി കിടന്നും പാവങ്ങൾക്കായി ജീവിച്ച ഒരു മനുഷ്യന് ഒരു 45 ലക്ഷത്തിൻ്റെ ബാങ്ക് നിക്ഷേപവും 56 ലക്ഷത്തിൻ്റെ ഭൂസ്വത്തും ഇല്ലെങ്കിൽ പിന്നെ അയാളെ എന്തിനു കൊള്ളാം? 10,000 രൂപയും കാർന്നവരുടെ കയ്യിലുണ്ട്. അതെന്തിനാണെന്ന് ചോദിച്ചാൽ വിഷുവാണ് വരുന്നത്. കോടിമുണ്ടും വെറ്റേമാനുമായി വരുന്ന ശേഷക്കാർക്കും തേച്ചു കുളിക്കാൻ എണ്ണ ചോദിച്ച് കൈനീട്ടി വരുന്നവർക്കും കൈനീട്ടം കൊടുക്കാനാണ്. ഈ നാടിനു വേണ്ടി ഇത്രയൊക്കെ ചെയ്ത പച്ച മനുഷ്യൻ്റെ പേരിൽ വെറും 78 സെൻറ്റ് സ്ഥലം മാത്രം. ഭാര്യയ്ക്കാണെങ്കിൽ ഒഞ്ചിയത്ത് 17 സെൻറ്റ് സ്ഥലം കുടുംബസ്വത്തായി കിട്ടിയതുണ്ട്. 2 പേർക്കും കൂടി ആകെ ഉള്ളത് 1,06,00,000 നിക്ഷേപം. ശത്രുക്കൾ ഇതുവരെ പറഞ്ഞു നടന്നതൊക്കെ എന്തായിരുന്നു? പിണറായി ശതകോടീശ്വരനാണ്, കമലയ്ക്ക് സിംഗപ്പൂരിൽ കമ്പനിയുണ്ട്, ദുബായിൽ എണ്ണപ്പാടമുണ്ട്, സ്വന്തമായി പ്ലെയിനുണ്ട്, അങ്ങനെ എന്തെല്ലാം. ഇങ്ങനെ നട്ടാൽ കുരുക്കാത്ത എത്രയോ നുണകളാണ് ശത്രുക്കൾ പറഞ്ഞു പരത്തിയത്. ഇവന്മാരൊക്കെ നെറ്റി പൊട്ടിച്ചാവും. ധർമ്മടത്ത് 3-ാം തവണ മത്സരിക്കുന്ന പിണറായി വിജയൻ വെളിപ്പെടുത്തിയ സ്വത്ത് വിവരങ്ങൾ കേട്ട് നാണം കെട്ട് നിൽക്കുകയാണ് കേരള സമൂഹം. ബ്രാഞ്ച് സെക്രട്ടറിമാർക്കുണ്ട് ഇതിനേക്കാൾ വലിയ ഭൂസ്വത്തും നിക്ഷേപവും. കേരളം ഇത്രയൊക്കെ പടുത്തുയർത്തിയ ഒരു മനുഷ്യൻ്റെ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളുടെ കണക്ക് കേട്ടാലും നമ്മൾ ലജ്ജിക്കും. വെറും 11 ലക്ഷത്തിൻ്റെ സ്വർണം മാത്രം. നോക്കണേ, ക്ലിഫ് ഹൗസിലേക്ക് ബിരിയാണി ചെമ്പിൽ കടത്തിക്കൊണ്ടുവന്നു സ്വർണം, ഈന്തപ്പഴത്തിൻ്റെ കുരുവിനകത്ത് സ്വർണം കടത്തി, അങ്ങനെ എന്തൊക്കെയാണ് ആ സ്വപ്ന സുരേഷ് വെറുതെ പറഞ്ഞുണ്ടാക്കിയത്. എന്നിട്ട് അതൊക്കെ എവിടെ? കൂടാതെ 2 ലക്ഷത്തിൻ്റെ ഓഹരിയുമുണ്ട് കമലേച്ചിക്ക്. മകൾക്ക് IT കമ്പനി തുടങ്ങാൻ കൊടുത്ത പെൻഷൻ കാശിൻ്റെ ബാക്കിയാണിത്. ഇത്രയൊക്കെ കൊണ്ട് രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ ഈ പാവം ലെഫ്റ്റ് ഡെമോക്രാറ്റിക് ഫാമിലി അനുഭവിക്കുന്ന പാട് ആർക്കറിയാം? കമലയുടെ കയ്യിലാണെങ്കിൽ വെറും 5,000 രൂപയേ ഉള്ളൂ. ഇത്തവണത്തെ അത്തച്ചിട്ടിക്ക് കുടുംബശ്രീയിൽ അടയ്ക്കാനുള്ള കാശാണ്. പഴങ്കഞ്ഞിക്കട നടത്തുന്ന മറിയച്ചേട്ടത്തിയുടെ കയ്യിലുണ്ട് എപ്പോഴും 10,000 രൂപ. SBIയുടെ തലശ്ശേരി ബ്രാഞ്ചിൽ പിണറായിക്ക് 5 ലക്ഷത്തി ചില്ലുവാനും രൂപയാണ് നിക്ഷേപമുള്ളത്. എന്നാൽ പിണറായി സഹകരണ ബാങ്കിൽ വെറും 3 അക്കൗണ്ടിലായി 2 ലക്ഷത്തിൽ താഴെ മാത്രം. സഖാവിന് സഹകരണ ബാങ്കുകളെ നല്ല വിശ്വാസമാണ്. 3,000, 2,000, 1,81,000 എന്നിങ്ങനെയാണ് അവിടുത്തെ നിക്ഷേപം. നാണക്കേട്. കരുവന്നൂരിലൊന്നും നിക്ഷേപിക്കാഞ്ഞത് ഭാഗ്യമായി. ഇതിലേറ്റവും അത്ഭുതം നോക്കണേ, കഴിഞ്ഞ 6 പതിറ്റാണ്ടായി ഒരു വിപ്ലവ പ്രസ്ഥാനത്തെ നയിക്കുന്ന നേതാവിനെതിരെയുള്ള കേസുകളുടെ എണ്ണം വെറും 3 എണ്ണം. ഒന്നും ശിക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ ഗഞ്ചൻ ആർഷോയുടെ പേരിലുണ്ട് ഏതാണ്ട് 40ഓളം ക്രിമിനൽ കേസുകൾ. ശിവൻകുട്ടിയുടെ പേരിലുണ്ട് 4-5 കേസ്. സ്വരാജും റഹീമും ഒക്കെ അപ്പീൽ കോടതി കയറി ഇറങ്ങുകയാണ്. പാർട്ടിക്ക് വേണ്ടി ബോംബെറിഞ്ഞും കാലുവെട്ടിയും വെട്ടിക്കൊന്നും ജയിലിലേക്ക് പോകാൻ സഖാക്കൾ മത്സരിക്കുമ്പോഴാണ് വെറും 3 ചീള് കേസുമായി മുഖ്യമന്ത്രി കഴിയുന്നത്. ഈ 3 കേസിൽ ലാവ്ലിൻ കേസ് പെടുമോ എന്നറിയില്ല. സുപ്രീം കോടതി 43 തവണ മാറ്റിവെച്ച ആ കേസിനെ പറ്റി ഇപ്പോഴൊന്നും കേൾക്കുന്നില്ല. ബാഷ്പീകൃതമായി. പിണറായിക്കും ഭാര്യയ്ക്കും കൂടി 1.6 കോടിയുടെ നിക്ഷേപമേ ഉള്ളൂ. എങ്കിലും ഈ ഫാമിലിയെ പൊന്നുപോലെ നോക്കാൻ മുണ്ട് മുറുക്കി കൊടുത്ത് നമ്മൾ പാവങ്ങൾ ചെലവാക്കിയ കോടികളുടെ കണക്ക് ആര് പറയും? കൈക്കാശെടുത്ത് ഈ കുടുംബം ഇന്നുവരെ പഴനിയിലോ രാമേശ്വരത്തോ പോയിട്ടുണ്ടോ? മധുരയിൽ ക്ഷേത്രദർശനത്തിന് പോയതുപോലും പാർട്ടി കോൺഗ്രസിൻ്റെ മറവിലാണ്. 1 കിലോ അരിക്ക് എത്രയാണെന്ന് പിണറായിക്ക് അറിയാമോ എന്തോ? വേണ്ട പോട്ടെ. ലോകത്തിന് വേണ്ടി സ്വപ്നം കാണുന്ന മനുഷ്യന് അരിവില ഓർമ്മ കാണണമെന്നില്ല. 1 കിലോ വെളിച്ചെണ്ണയ്ക്ക് എത്രയാ വിലയെന്ന് കമലേട്ടത്തിക്കോ വീണയ്ക്കോ അറിയാമോ? കയ്യിൽ നിന്ന് കാശെടുത്ത് ഈ കുടുംബം കറണ്ട് ചാർജ് അടച്ചിട്ടുണ്ടോ? വെള്ളക്കരം അടച്ചിട്ടുണ്ടോ? പിണറായി വിജയൻ്റെ ഇഷ്ടഭക്ഷണമായി നെയ്മീൻ്റെ വില അറിയില്ലെങ്കിലും 1/2 കിലോ മത്തിക്ക് കൊടുക്കണം 200 കുണുവ. എന്തായാലും ഒരു വലിയ ആശ്വാസമുള്ളത് പിണറായിക്ക് ബാധ്യതകളൊന്നും തന്നെ ഇല്ല എന്നതാണ്. സകല ബാധ്യതകളും കേരള ജനതയുടെ തലയിലാണല്ലോ. മരുമകൻ കൊടുക്കുന്ന സ്വത്തുവിവരക്കണക്കിൽ ഭാര്യയുടെ ഓഹരിയും മാസപ്പടിയും ഒക്കെ വർണ്ണിക്കുമോ ആവോ? 1,75,00,000 രൂപ മാസപ്പടിയായി വാങ്ങിയത് ഏത് കണക്കിൽപ്പെടുത്തും വീണ തായ്ക്കണ്ടി? ഒരിക്കലൊരു അഭിമുഖത്തിൽ ഒരുത്തൻ ചോദിച്ചു, വീണയ്ക്ക് എത്രയുണ്ട് ഡിപ്പോസിറ്റൊക്കെ? ഒരു 100 കോടി വരുമോ? അത്രയൊന്നുമില്ല. അതിൽ പകുതി വരെയൊക്കെ പ്രതീക്ഷിക്കാം. കാരണം അത്ര വലിയ ഒരു കമ്പനിയാണല്ലോ ബാംഗ്ലൂരിൽ പോയി പടുത്തുയർത്തിയത്. എന്തായാലും പിണറായി ഭരണത്തിൽ സകല സഖാക്കളും സന്തുഷ്ടരാണ്. കാൽക്കാശിൻ്റെ ഗതിയില്ലാത്ത ബ്രാഞ്ചിലൊക്കെ പ്രവർത്തിച്ചു തുടങ്ങിയവന്മാരും ഇന്ന് കോടീശ്വരന്മാരാണ്. വെറുതെയാണോ ഗോവിന്ദൻ പറയുന്നത് അടുത്ത വരവിന് ഞങ്ങൾ പട്ടിണി എന്ന വാക്കും ദാരിദ്ര്യം എന്ന വാക്കുമൊക്കെ ഇല്ലായ്മ ചെയ്യുമെന്ന്? പാവങ്ങളെന്നേ ഇനിയും പറഞ്ഞുകൂടാ കേരളത്തിൽ. പിണറായിയേക്കാൾ നിക്ഷേപമുണ്ട് നമ്മുടെ ബ്രാഞ്ച് സെക്രട്ടറിമാർക്കും ലോക്കലുകൾക്കും.
കമലയെപ്പോലെ 17 സെൻറ്റ് സ്ഥലമൊന്നുമല്ല ഭാര്യമാർക്ക്, ഏക്കർ കണക്കിനുണ്ട്. എന്തായാലും പത്രിക കൊടുക്കാൻ വന്നപ്പോൾ തന്നെ അവശനാണ് മുഖ്യമന്ത്രി. ഇനി 140 മണ്ഡലങ്ങളിൽ പോയി മഹത്തായ തള്ളുകൾ നടത്തേണ്ടതുണ്ട്. ഇങ്ങനെ ഒരു മനുഷ്യനെ മാത്രം ആശ്രയിച്ച് ജീവിച്ചു പോകുന്ന ഒരു പ്രസ്ഥാനം വേറെ ഏതുണ്ട്? പിണറായി വിജയൻ്റെ മഹത്തായ ശിരസ് ആലേഖനം ചെയ്ത ഫ്ലെക്സുകൾക്ക് മാത്രമായി കേരളം ചെലവഴിച്ചത് കേട്ടാൽ ഐക്യരാഷ്ട്രസഭ പോലും അത്ഭുതപ്പെടും. ഇതുപോലെ ട്രംപിൻ്റെ തലയടിച്ച ഫ്ലെക്സുകൾ അമേരിക്കയിലുണ്ടോ? നെതന്യാഹുവിൻ്റെ തലയടിച്ച ചിത്രങ്ങൾ ഇസ്രയേലിലുണ്ടോ? അവിടെയൊന്നും വികസനങ്ങൾ എത്തി നോക്കിയിട്ടില്ലല്ലോ. കഴിഞ്ഞ 1 മാസമായി ജാക്കറ്റ് പരസ്യങ്ങൾക്കായി പിണറായി തല പ്രദർശിപ്പിച്ചതിൻ്റെ ചെലവ് ആരുടെ പറ്റിൽ എഴുതും? എല്ലാം ജനത്തിൻ്റെ പറ്റുചീട്ടിൽ തന്നെ കിടക്കട്ടെ. അയ്യപ്പനൊപ്പവും ആറ്റുകാലമ്മയ്ക്കൊപ്പവും ഇരുന്ന് ഫ്ലെക്സ് അടിച്ചു. ചെയ്തു കൂട്ടിയ ദുഷ്കൃത്യങ്ങളൊക്കെ അതോടെ മാറി. വരവുകായും ചെലവുകായും തമ്മിൽ ഒപ്പിക്കാൻ മനുഷ്യൻ പാടുപെടുന്ന കാലത്ത് പോക്കറ്റ് കീറാതെയും ബാധ്യതകളില്ലാതെയും കുടുംബം പുലർത്താൻ കഴിയുക എന്നത് നിസ്സാര കാര്യമല്ല. അച്ഛൻ പത്രിക സമർപ്പിക്കാൻ വന്നപ്പോൾ മകൾ വീണയും കൂടെയുണ്ടായിരുന്നു. പക്ഷേ പുറത്തെ കാലാവസ്ഥ പിടിക്കാത്തതിനാൽ കാറിൽ നിന്നും പുറത്തിറങ്ങിയില്ല. പിണറായി പ്രതിപക്ഷ നേതാവായി വന്നാലും ചെലവ് ഇതുപോലെ തന്നെ തുടരും. കന്റോൺമെൻറ്റ് ഹൗസ് നവീകരിക്കാൻ എത്ര കോടി കൂടി വേണ്ടിവരും? അവിടെയും വേണ്ട നീന്തൽക്കുളവും ജലധാരയും പൊക്കം കൂടിയ മതിലുമൊക്കെ. പിന്നെ ലിഫ്റ്റും വെക്കേണ്ടി വരും. ഡിവൈഎഫ്ഐക്കാർ അവിടെയും ചാടിക്കിടന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഡെപ്യൂട്ടി മുഖ്യമന്ത്രി എന്ന പോലെ ഡെപ്യൂട്ടി പ്രതിപക്ഷ നേതാവായി മരുമകനായിരിക്കും മിക്കപ്പോഴും ആക്ട് ചെയ്യുക. ആ പദവിയിലിരുത്തി വേണം നാളത്തെ മുഖ്യമന്ത്രിക്കുള്ള ക്ലാസുകൾ മരുമകന് ഒന്നൊന്നായി പറഞ്ഞു കൊടുക്കാൻ.